റവന്യൂ, പോലീസ്, ഫയർ റെസ്ക്യൂ, എക്സൈസ്, ആരോഗ്യവകുപ്പ്, ട്രാഫിക്, ഇലക്ട്രിസിറ്റി തുടങ്ങിയ എല്ലാ വകുപ്പുകളുടെയും ഏകോപനം നടന്നുവരുന്നതായി ഭാരവാഹികൾ പറഞ്ഞു. കെട്ടുകാളകളുടെ ഉയരത്തിനനുസരിച്ച് 1 മുതലുള്ള ക്രമനമ്പർ ക്ഷേത്ര ഭരണസമിതി നൽകും. ഇത് നിശ്ചയിക്കാൻ സബ് കമ്മിറ്റികളെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. പടനിലത്ത് സ്ഥാപിച്ചിട്ടുള്ള നമ്പർ ബോർഡിന്റെ ഭാഗത്ത് മാത്രമേ അതാത് നമ്പറുള്ള കെട്ടുകാളകളെ വയ്ക്കാവൂ. വൈകിട്ട് 6 മണിക്ക് മുമ്പായി എല്ലാ കെട്ടുകാഴ്ചകളും പടനിലത്ത് പ്രവേശിക്കും വിധം കാളമൂട്ടിൽ നിന്നും സമയകൃത്യത പാലിച്ച് പുറപ്പെടണം. 28ാം ഓണത്തിന്റെ പ്രധാന ഘടകമായിരിക്കുന്ന കെട്ടുകാള ഉത്സവം, അതിൽ പങ്കാളികളാകുന്നത് ആളുകൾക്ക് അവർ അനുവർത്തിക്കേണ്ട ചില നിർദ്ദേശങ്ങൾ, ജനങ്ങൾക്ക് കഴിയുന്നത്തോളം അസൗകര്യങ്ങൾ ഉണ്ടാകാത്ത രീതിയിൽ 28ാം ഓണത്തിന്റെ ചടങ്ങുകൾ നടത്തി അവസാനിപ്പിക്കണം എന്നുള്ളതാണ് ഭരണസമിതി ആഗ്രഹിക്കുന്നത്. 6 മണിക്ക് മുമ്പായിട്ട് ഈ കാളകളെ എല്ലാം ഇവിടെ കയറ്റണം എന്നുള്ളതാണ് ഗവൺമെന്റിന്റെ നിർദ്ദേശം. കളക്ടറുടെ കോൺഫറൻസിൽ അവർ പറഞ്ഞ നിർദ്ദേശവും എഴുതി കൊടുത്തിട്ടുള്ള നിർദ്ദേശവും എല്ലാം അത് തന്നെയാണ്. ഒരുപക്ഷേ അത് പൂർണ്ണമായിട്ടും അംഗീകരിക്കപ്പെട്ടിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു. വഴിയിൽ തടസ്സമായി നിൽക്കുന്ന ഇലക്ട്രിക് ലൈനുകൾ അഴിച്ചുമാറ്റുന്നതിനും പുനഃസ്ഥാപിക്കുന്നതിനും 40 ലക്ഷം രൂപയ്ക്ക് മുകളിൽ ഭരണസമിതി KSEBയുടെ പുതിയകാവ്, കൃഷ്ണപുരം, കായംകുളം, ഓച്ചിറ ഓഫീസുകളിലായി അടയ്ക്കേണ്ടി വരും. പടനിലത്ത് ആരോഗ്യവകുപ്പിന്റെ പവലിയനും ആംബുലൻസ് സേവനവും ഉറപ്പുവരുത്തിയിട്ടുണ്ട്. DJ സെറ്റുകളും പാർട്ടി പോപ്പുകൾ വിതർന്നതും നിരോധിച്ചിട്ടുണ്ട്. ക്ഷേത്ര കവാടത്തിലും മറ്റ് കെട്ടുകാളുകൾക്ക് തടസ്സമാകുന്ന തരത്തിൽ കെട്ടുകാളുകൾ നിർത്തിയിടുന്നത് കർശനമായി നിരോധിച്ചിട്ടുണ്ട്. ക്ഷേത്ര പടനിലത്തും പരിസര പ്രദേശങ്ങളിലും CCTV ക്യാമറ നിരീക്ഷണത്തിലായിരിക്കും. ആകാശ ക്യാമറകളും മൂവിംഗ് ക്യാമറകളും ഇവയുടെ റെക്കോർഡിംഗും ഉണ്ടാകും. പഴുതടച്ചുള്ള മുന്നൊരുക്കങ്ങളാണ് നടത്തിവരുന്നതെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കാള കടന്നു വരുമ്പോൾ കാളയോടൊപ്പം കാളയുടെ മുമ്പിൽ പ്രദർശിപ്പിച്ചുകൊണ്ടുവരുന്ന കഴിഞ്ഞ കാലങ്ങളിൽ പ്രദർശിപ്പിക്കുന്ന DJ സിസ്റ്റം, വലിയ കളർഫുൾ ലൈറ്റും വലിയ മേളങ്ങളും ഫോട്ടോകളും, അത് പാടില്ല. അത് പൊതുജനങ്ങൾക്ക് അസൗകര്യം ഉണ്ടാകുന്നു. അത് മനുഷ്യന്റെ കാഴ്ചയ്ക്ക് ദോഷം വരുന്ന സംഗതിയായതുകൊണ്ട് DJ സമ്പ്രദായം, DJ സിസ്റ്റം വേണ്ട എന്നും അതോടൊപ്പം തന്നെ ഈ കൂപ്പർ പൊട്ടിക്കുകയാണ്. അത് 1-2 കൂപ്പറല്ല, കഴിഞ്ഞ കാലങ്ങളിൽ കൂപ്പർ പൊട്ടിക്കുന്നത് 100 കണക്കിന് കൂപ്പർ പൊട്ടിച്ച് ഈ കാളകൾ കടന്നു വരുന്ന, ഈ നദീശ്വരന്മാർ കടന്നു വരുന്ന ആ റോഡുകളിലും പരിസരത്തുള്ള കടകളിലും നമ്മുടെ ക്ഷേത്ര കമ്പോണ്ടിലെല്ലാം ഈ പേപ്പറും തുണി കഷ്ണങ്ങളും കൊണ്ട് പൊതിഞ്ഞ് പൊങ്ങി അത് നീക്കം ചെയ്യുന്നതിന് വലിയ മാർഗദർശനങ്ങളുണ്ടായിരുന്നു, വലിയ ചെലവുകളുണ്ടായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം ചരിത്ര പ്രവർത്തനത്തിലേക്ക് ലക്ഷങ്ങൾ രൂപ ചെലവാണ് ഈ കാമ്പൗണ്ട് വൃത്തിയാക്കി ചെയ്തത്. ഒക്ടോബർ 13 വിജയദശമി ദിനത്തിൽ കുട്ടികൾക്ക് വിദ്യാരംഭം കുറിക്കുന്ന ചടങ്ങ് പടിഞ്ഞാറെ ക്ഷേത്രനടയിൽ നടക്കും. ഒക്ടോബർ 10 വരെ ക്ഷേത്ര ഭരണസമിതി ഓഫീസിൽ രജിസ്ട്രേഷൻ നടത്താവുന്നതാണ്. സെക്രട്ടറി അഡ്വക്കേറ്റ് K. ഗോപിനാഥൻ, രക്ഷാധികാരി അഡ്വക്കേറ്റ് MC അനിൽകുമാർ, G. ധർമ്മദാസ്, പ്രകാശ് അഴീക്കൽ, KP ചന്ദ്രൻ, BS വിനോദ് തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. നമ്മളിവിടെ വിവിധ സമ്മേളനങ്ങൾ ഇവിടെ ചേർന്ന് ഈ 28ാം ഉത്സവമായിട്ട് നടത്തി ഡിപ്പാർട്ട്മെന്റ് കളക്ടർ മീറ്റിംഗ് വെച്ചു. ക്ഷേത്ര ഭരണസമിതിക്കും ഗ്രാമപഞ്ചായത്തിനും പോലീസ് അധികാരികൾക്കും സർക്കാരിൻ്റെ, അതായത് മനുഷ്യാവകാശ കമ്മീഷന് ലഭിച്ച പരാതിയിന്മേൽ മനുഷ്യാവകാശ കമ്മീഷൻ എടുത്ത തീരുമാനങ്ങൾ അവിടെ വിശദീകരിച്ചതിന്റെ ഭാഗമായി അത് പ്രാവർത്തികമാക്കാൻ ഒക്കുന്നതിന്റെ ചില ബുദ്ധിമുട്ടുകൾ നമ്മൾ ജില്ലാ ഭരണകൂടത്തെ ചൂണ്ടിക്കാണിച്ചു. അതിൽ പ്രധാനമായിട്ടുള്ളതാണ് ഈ 6 മണിക്ക് മുമ്പ് നോട്ടിഫിക്കേഷൻ വരെ എത്തിയിരിക്കുന്നത്. അത് അല്പം കൂടി സമയം അനുവദിച്ച് കിട്ടണം, ഒരു 8 മണി വരെയെങ്കിലും ആക്കി തരണമെന്ന് ഭരണസമിതി ഈ യോഗങ്ങളിലൊക്കെ ആവശ്യപ്പെട്ടതാണ്. ന്യൂസ് ബ്യൂറോ, ഓച്ചിറ.